ഓം ശാന്തി. സർവവ്യർത്ഥ സങ്കല്പങ്ങളെയും സെക്കൻഡിൽ സമാപ്തമാക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഞാൻ പരം ജ്യോതി, പരംപിത പരമാത്മാവിൻ്റെ പ്രിയ സന്താനമാണ്. ഞാൻ ബാബയുടെ കണ്ണുകളിലെ കൃഷ്ണമണിയാണ്. കോടികളിലും ചിലരായ പരമാത്മ സ്നേഹി ആത്മാവാണ്. ഈ സംഗമയുഗത്തിൽ മാത്രം ഞാൻ പരമാത്മാവിൻ്റെ സ്നേഹം അനുഭവം ചെയ്യുന്നു. സ്വയം സർവശക്തിവാൻ പരമാത്മാ എൻ്റെ കൂടെയുണ്ട്. പരമാത്മാ എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു. ഞാൻ ബാബയുടെ ഹൃദയത്തിലിരിക്കുന്നു. ഞാൻ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ കാണുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെ ലഹരി അനുഭവം ചെയ്യുന്നു. പ്രിയ ബാബ, ഞാൻ അങ്ങയിൽ സമർപ്പിതമാകുന്നു. എൻ്റേതെന്ന സർവസങ്കല്പങ്ങളും അങ്ങയുടെ മുമ്പിൽ ബലിയർപ്പിക്കുന്നു. സർവവ്യർത്ഥ സങ്കല്പങ്ങളും സമാപ്തമാക്കുന്നു. ഇപ്പോൾ സ്വപ്നത്തിൽ പോലും വ്യർത്ഥ സങ്കല്പങ്ങളില്ല. ഞാൻ വ്യർത്ഥത്തിൽ നിന്നും മുക്തമായി സമർത്ഥമാകുന്നു. ബാപ്പ് സമാനം ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതി. ഇപ്പോൾ സ്വപ്നത്തിൽ പോലും അപവിത്രതയില്ല. അപവിത്രതയുടെ പേരോ അടയാളമോ ഇല്ല. ഞാൻ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ്. ഞാൻ പവിത്ര രാജ്യത്തിൻ്റെ സ്ഥാപനയിൽ നിമിത്തമാണ്. ഞാൻ മുഴുവൻ വിശ്വത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അപവിത്രത കാരണം ദുഃഖവും അശാന്തിയും നാലു ഭാഗത്തും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വത്തിലെ ആത്മാക്കളിൽ സുഖവും ശാന്തിയും സന്തോഷവും കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദുഃഖി ആത്മാക്കളുടെ വിളികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ പവിത്ര സ്ഥിതിയിൽ ഞാൻ ആത്മാ വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും മനസ്സാ സകാശം നൽകുന്നു. പവിത്രതയുടെ കിരണങ്ങൾ നൽകുകയാണ്.
സർവർക്കും ധൈര്യവും ഉണർവും ഉത്സാഹവും നൽകുകയാണ്. പരമാത്മ സ്നേഹത്തിനു പാത്രമായ ഞാൻ ആത്മാവ് വിശ്വത്തിലെ സർവാത്മാക്കൾക്കും സ്നേഹത്തിൻ്റെ അഞ്ജലി നൽകുന്നു. ദുഃഖികൾക്ക് സുഖത്തിൻ്റെ അഞ്ജലി നൽകുന്നു. ഞാൻ എൻ്റെ മുഖത്തിലൂടെയും നടപ്പിലൂടെയും ബാബയെ പ്രത്യക്ഷമാക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ വ്യർത്ഥത്തിൻ്റെ പേരും അടയാളവും ഇല്ലാതായി സമ്പൂർണ്ണ പവിത്രതയുണ്ടാകുന്നു. ഇന്ന് ബാപ്പുദാദ സ്നേഹത്തിൻ്റെ അധികാരി കുട്ടികളെ കണ്ട് സന്തോഷിക്കുകയാണ്. ബാബയുടെ ഹൃദയത്തിനിഷ്ടപ്പെട്ട സ്ഥിതിയാണ് സമ്പൂർണ്ണ പവിത്രത. രാജകീയ രൂപത്തിലുള്ള അഭിമാനവും അപമാനവും വ്യർത്ഥ സങ്കല്പങ്ങളുടെ രൂപത്തിൽ യുദ്ധം ചെയ്യുന്നു, വിഘ്നരൂപമാകുന്നു. ഇത് സമ്പൂർണതയിൽ നിന്നും ദൂരെ കൊണ്ടുപോകുന്നു. ബാപ്പുദാദ സ്വമാനം ആഗ്രഹിക്കുന്നു, അഭിമാനമല്ല. ഞാൻ ഡബിൾ അധികാരത്തിൻ്റെ നിശ്ചയത്തിലും ലഹരിയിലുമാണ്. ബാബയുടെ ഖജനാവുകളുടെ അധികാരിയാകുന്നു, കൂടെ സ്വരാജ്യ അധികാരിയുമാകുന്നു. ഞാൻ എൻ്റെ ബാബയെന്ന് പറയുന്നു, ബാലകനാകുന്നു. ബാലകനോടൊപ്പം ഖജനാവിൻ്റെ അധികാരിയുമാണ്, സ്വരാജ്യ അധികാരിയുമാണ്. ഇതിൽ വിഘ്നമുണ്ടാക്കുന്നത് മനസ്സാണ്. ഞാൻ മനസ്സിന് വശപ്പെടുന്നില്ല. ശ്രീമതത്തിൻ്റെ കടിഞ്ഞാൺ അല്പമെങ്കിലും അയഞ്ഞുപോയാൽ മനസ്സു ചഞ്ചലമാകുന്നു. ഞാൻ ബാലകനുമാണ്, അധികാരിയുമാണ്. സദാ ഈ സ്മൃതിയിലിരിക്കുന്നു. ദുർബല സംസ്കാരമാണ് രാവണന്റെ സമ്പത്ത്. ഏതാണോ ബാബയുടെ സംസ്കാരം, അതെൻ്റെ സംസ്കാരമാകുന്നു. അതാണ് ശുഭഭാവനയും ശുഭകാമനയും. ദുർബല സംസ്കാരം എൻ്റെ സംസ്കാരമെന്ന് കരുതിയാൽ അതിനെ ഹൃദയത്തിലിരുത്തുന്നു. അശുദ്ധവും ശുഭവും രണ്ടും ഹൃദയത്തിലിരുത്തിയാൽ യുദ്ധമുണ്ടാകുന്നു. അതിനാൽ സംസ്കാര പരിവർത്തനം ചെയ്യണം. ബാപ്പുദാദ ഓരോ കുട്ടിയെയും കോടി മടങ്ങ് ഭാഗ്യവാനായി കാണാൻ ആഗ്രഹിക്കുന്നു. മസ്തകത്തിൽ നിരന്തരം ഭാഗ്യനക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. മുഖത്തിലും നടപ്പിലും ഭാഗ്യം കാണണം. അപ്പോൾ ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകും. ബാപ്പുദാദ സൂചന നൽകുകയാണ്. ഇപ്പോൾ കമ്പൈൻഡ് സേവനം ചെയ്യൂ. ശബ്ദത്തിനൊപ്പം അനുഭവി മൂർത്തിയായി
അനുഭവം ചെയ്യിപ്പിക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ശാന്തിയുടെ അനുഭവം, ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം. ഒരു പ്രാവശ്യം അനുഭവമുണ്ടായാൽ പിന്നെ മറക്കില്ല. അനുഭവം ചെയ്യിപ്പിക്കുന്നവരുടെ സമീപത്ത് കൊണ്ടുവരുന്നു. ഇത് പരമാത്മാവിൻ്റെ ജ്ഞാനമാണ്. പരമാത്മാവിൻ്റെ കാര്യമാണ് നടക്കുന്നതെന്ന് ശബ്ദം വ്യാപിക്കണം. ഈ ശബ്ദം ആത്മാക്കളെ ബാബയുടെ സമീപമെത്തിക്കും. പരമാത്മാ അനുഭൂതിയുടെ പ്രായോഗിക തെളിവാകൂ. അപ്പോൾ ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകും. അനുഭവിമൂർത്തിയായി അനുഭവം ചെയ്യിപ്പിക്കൂ. ഡബിൾ അധികാരി സ്മൃതിയിലൂടെ ശക്തിശാലിയായി ശക്തരാക്കൂ. മൗനത്തിൻ്റെ ശക്തിയിലൂടെ സെക്കൻഡിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഞാൻ വിശേഷ ആത്മാവാണ്. ഇത് ബാബയുടെ വരദാനമാണ്. ബാബയുടെ ഓരോ ആജ്ഞയിലും സ്വയം തന്നെ സമർപ്പണം ചെയ്യുന്ന സത്യമായ ശലഭങ്ങളാകൂ. ഓം ശാന്തി.